ചവറ കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രത്തിൽ സമൂഹ നീരാഞ്ജന പൂജ നടത്തി. ശബരിമല അയ്യപ്പ സേവാ സമാജം കൊറ്റൻകുളങ്ങര യോഗത്തിന്റെ നേതൃത്വത്തിലാണ് പൂജ നടത്തിയത്. ശബരിമല അയ്യപ്പ സേവാ സമാജം കൊറ്റൻകുളങ്ങര യോഗത്തിന്റെ നേതൃത്വത്തിലാണ് സമൂഹ നീരാഞ്ജന പൂജ നടത്തിയത്. കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്ര നടയിലാണ് പൂജ നടന്നത്. ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ആദ്യത്തെ പുറപ്പെട മേൽശാന്തി കണ്ടിയൂർ നീലമനയിലത്ത് ഗോവിന്ദൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശനിയുടെ ദോഷങ്ങളെ ലഘൂകരിക്കുന്നതിനും നമ്മുടെ ജാതകത്തില് നല്ല സ്ഥാനങ്ങളിലാണ് ശനി നിൽക്കുന്നത് എന്നുള്ളവരിൽ സൽഗുണങ്ങളെ പുഷ്ടിപ്പെടുത്തുന്നതിനും ശാസ്താവിന്റെ ഭജനവും ശാസ്താവിന്റെ പ്രീതിയും ഒക്കെ വളരെ അത്യന്താപേക്ഷിതമാണ്. അങ്ങനെ ശാസ്ത്രഭജനവും ശാസ്താവിനെ പ്രീതിപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ നമ്മുടെ ആരോഗ്യം, സമ്പത്ത്, ആയുസ്, കുട്ടികളുടെ വിദ്യാഭ്യാസം, നല്ല വിവാഹ ബന്ധങ്ങൾ, കുടുംബത്തിൽ സമാധാനം, ഐശ്വര്യം, വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം വ്യവസായത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ, സൽകീർത്തി എന്നീ സൽഫലങ്ങൾ നമുക്ക് നേടിയെടുക്കുവാൻ ശനിപ്രീതി കൊണ്ടിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ശനിയെ പ്രീതിപ്പെടുത്തുന്നതിനായി ശാസ്താക്ഷേത്രങ്ങൾ ദർശനം നടത്തുകയും ശാസ്താക്ഷേത്രത്തിൽ പോയി നെയ്യഭിഷേകമോ അതുപോലെയുള്ള പ്രധാനപ്പെട്ട വഴിപാടുകൾ നടത്തുന്നതിനോടൊപ്പം തന്നെ ഭഗവാന്റെ തിരുനാളായ ഉത്ര നക്ഷത്ര ദിവസം നമ്മൾ നീരാഞ്ജനം കത്തിക്കുകയും ആ നീരാഞ്ജനം കത്തിച്ചതിന് ശേഷം നമ്മളിവിടെ ശാസ്താവിനെ ആവാഹിച്ച് പൂജ കഴിച്ചതിന് ശേഷം 1000 നാമങ്ങളെ കൊണ്ടിട്ട് ഭഗവാന് അർച്ചന നടത്തുമ്പോൾ നിങ്ങൾ ശാസ്താവിന് നല്ലവണ്ണം പ്രാർത്ഥിച്ചു കൊണ്ടിട്ട് ഓം ഹരിഹരപുത്രായ നമഃ എന്ന മന്ത്രം കൊണ്ടിട്ട് അർച്ചന നടത്തുകയും ചെയ്യുക. കൊറ്റൻകുളങ്ങര ക്ഷേത്ര മേൽശാന്തി ജി നാരായണ ശർമ്മ ഭദ്രദീപം തെളിയിച്ചു. പ്രസിഡന്റ് വി ശ്രീകുമാർ, സെക്രട്ടറി ജെ രമേഷ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കൊറ്റൻകുളങ്ങര ദേവസ്വം ഉപദേശക സമിതി, അയ്യപ്പ സേവാ സമാജം ജില്ലാ താലൂക്ക് സമിതികൾ, മറ്റ് വിശിഷ്ടാതിഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു. പൂജയ്ക്ക് ശേഷം അന്നദാനവും നടത്തി. ന്യൂസ് ബ്യൂറോ, ചവറ.